ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത്, ആവേശം സംവിധായകൻ ജിത്തു മാധവൻ റൈറ്റിംഗ് ചെയ്ത് പുതിയ റിലീസിന് ഒരുങ്ങുന്ന ചിത്രമാണ് ബാലൻ. കെവിൻ പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജനനായകൻ ദളപതി വിജയുടെ ആ പ്രൊഡ്യൂസർ തന്നെ. അപ്പോൾ ബാലൻ ട്രെയിലർ നമുക്കൊന്ന് കണ്ടുപോകാം. ബോയ്സ് മിസ്സിംഗ്. ഡയറക്ടർ ഓഫ് മഞ്ഞുമൽ ബോയ്സ്, കെവിൻ പ്രൊഡക്ഷൻസ്. ടോവിനോന്റെ സൗണ്ട് കേട്ട് ബാലൻ അതായിരിക്കും പേര്. ആ, ലാൽ ജൂനിയർ എല്ലാരും ഉണ്ടല്ലോ. പടത്തില് ആൾമാറാട്ടമാണോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം സിനിമയുടെ പേര് ബാലൻ എന്നാണ്, ദ ബോയ്. ഈ ട്രെയിലറിൽ കാണുമ്പോൾ പയ്യന്റെ പേര് അമ്മയാണോ, ഇനി അത് അമ്മയാണോ വേറെ എല്ലാവരാണെന്ന് കണ്ടു തന്നെ അറിയണം. പയ്യന്റെ പേര് മാറ്റി മാറ്റി പറയാണ്, ഓരോടത്ത് ഓരോ പേര്, ഓരോടത്ത് പെണ്ണിന്റെ പേരും മാറ്റി മാറ്റി പറയാണ്, പയ്യന്റെ പേരും മാറ്റി മാറ്റി പറയാണ്, ഓരോടത്ത് ഓരോ ഐഡന്റിറ്റിയാണ്. എൻ്റെ ഇടയിൽ ഈ പയ്യനെ കാണാനില്ലെന്ന് പറയാണ്, നീ കട്ടുകൊണ്ട് പോകുന്നതാണോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ഇവിടെ എന്നാൽ ഇടയിൽ ടൊവിനോ തോമസിന്റെ സൗണ്ട് അല്ലേ അത്? ഒരു മിസ്റ്റീരിയസ് ഉണ്ട് പടത്തിൽ. വിവേക് ഹർഷൻ. സുഷിൻ ശർമ്മയുടെ മ്യൂസിക്. സൈക്കോ പടമല്ലാണ് അവിടെ കാണാൻ തോന്നുന്നു. ാണ് DOP. ഇത് ഗിരീഷ് ഷേഡി അല്ലേ ഡയറക്ടർ, ജിത്തു മാധവൻ റൈറ്റർ. ഓ, കിടിലൻ സെറ്റപ്പിൽ പറഞ്ഞ പടമാണെന്നാണ് തോന്നുന്നത് കേട്ടാ. ഒരു വലിയ ടീം തന്നെ ഉണ്ട്. റൈറ്ററായിട്ട് ജിത്തു മാധവൻ, ആവേശം ഡയറക്ടർ, സംവിധായകനായിട്ട് മഞ്ഞുമൽ ഡയറക്ടർ ചിദംബരം, പ്രൊഡ്യൂസറായിട്ട് കെവിൻ പ്രൊഡക്ഷൻസ്, DOP ആയിട്ട് ഷൈജു ഖാലിദ്, ആൻഡ് മ്യൂസിക് സുഷിൻ ശ്യാം. അങ്ങനെ ഇതിൽ നായികയും ഒരു നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. നായിക പുതിയ നായികയാണെന്നോ, ഞാൻ മുമ്പൊന്നും കണ്ടിട്ടൊന്നുമില്ല. ആ കൊച്ചിയർക്കനും കൊള്ളാം. കൊച്ചിയർക്കൻ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു മിസ്റ്റീരിയസ് ഉണ്ട്. പയ്യനെ കാണാതാവുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കൊള്ളാം. ആ ഒരു വിഷ്വലും കാണിക്കുന്നതും ആ ഒരു ഇതെല്ലാം കൊള്ളാം. ആ സായാഹ്നം ഒക്കെ കാണിക്കുന്നതൊക്കെ. മ്യൂസിക് നല്ലപടി വന്നിട്ടുണ്ട്. പയ്യനെ പിടിച്ച് ഷോട്ടൊക്കെ കിട്ടില്ലേ. ബാലൻ ചിദംബരം. എന്തോ ഉണ്ട് കേട്ടാ, ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. സസ്പീഷ്യസ് ആയിട്ട് മിസ്റ്റീരിയസ് ആയിട്ട് എന്തോ ഉണ്ടെന്ന്. അമ്മയും മകനുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു പടമാണ്. പടത്തിന്റെ പേര് ദ ബോയ്, ബാലൻ എന്നുമാണ്. നന്നായിട്ട് തന്നെ സിനിമ മുഴുവൻ ഇവർ രണ്ടുപേരും ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി വരുന്നതാണോ അതോ ഐഡന്റിറ്റി മാറി നിൽക്കുന്നതാണെന്ന് അറിയില്ല. മുസ്ലിം ആവുന്നുണ്ട്, ഹിന്ദു ആവുന്നുണ്ട്, കുറേയൊക്കെ ആവുന്നുണ്ട്, പേരുകൾ കുറേ മാറ്റുന്നുണ്ട്. ഇവിടെ എല്ലാം ഓവറോൾ ട്രെയിലറിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ത്രില്ലിംഗ് ആയിരുന്നു. എന്റർടൈനിങ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. എന്തോ നടങ്ങാൻ പോകുന്നു, എൻഗേജ്മെന്റ് ആയിട്ട് എന്തോ നടത്താൻ പോകുന്നു എന്നുള്ള തോന്നല് ട്രെയിലറിലുടനീളമുണ്ട്. നല്ലൊരു കിടിലൻ ട്രെയിലറായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇത് ക്യാൻസിലോ അതോ വേറെ എവിടെ പ്രീമിയറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. കാരണം ടീം വൈസ് നല്ലൊരു ടീമാണ്. മുമ്പ് ഈ ടീം വൈസിന്റെ ഇത് അനൗൺസ് ചെയ്യുമ്പോഴും നല്ല രീതിയിലുള്ള ഒരു ഹൈപ്പ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഡെപ്ത് ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും നല്ലൊരു ടീമായിരുന്നു. സംവിധായകനാണ് ചിദംബരം, റൈറ്ററായിട്ട് ജിത്തു മാധവൻ, പിന്നെ
മ്യൂസിക് പ്രൊഡ്യൂസറായിട്ട് സുഷിന്, DOP ആയിട്ട് ഷൈജു ഖാലിദ്, പ്രൊഡ്യൂസറായിട്ട് ക്യാബിൻ പ്രൊഡക്ഷൻസ്, അങ്ങനെ എല്ലാവരും നല്ല വലിയ ടീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രെയിലറും നന്നായിട്ട് തന്നെ ഉണ്ട്. ഫസ്റ്റ് ഷോട്ട് തൊട്ട് ലാസ്റ്റ് ഷോട്ട് വരെ എല്ലാ വിഷ്വൽസ് ഒക്കെ നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട്, കാണാൻ തന്നെ കൊള്ളാം. ബട്ട് എന്തോ സസ്പീഷ്യസ് ഉണ്ട്. അത് മ്യൂസിക്കിലും സുഷിൻ ശ്യാം കുറെ കാലത്തിന് ശേഷം അത് നിലനിർത്തുന്നുണ്ട്. നല്ല രീതിക്ക് ഒരു ടെൻഷൻ മ്യൂസിക് ബിൽഡ് ചെയ്യുന്നുണ്ട്. എനിക്കോനും ഒരു കോണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാവരും അഭിനയിച്ച് തീർക്കാനുള്ള ഒരു സിനിമ തന്നെയായിരിക്കും. നായിക കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ എക്സ്പ്രഷൻ ആയിരുന്നാലും, ആ ഒരു ദേഷ്യം കാണിക്കുന്നതായാലും, സംസാരിക്കുന്നതായാലും, പേര് മാറ്റി പറയുന്നതാണ്, എല്ലാം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഹോപ്പ്ഫുള്ളി ഒരു നല്ലൊരു പടം വരാനാണ് സാധ്യത കൂടുതൽ. ആ പയ്യനും നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. പയ്യനെ കാണാൻ അഭിജിത്ത് കുമാർ, പയ്യനെ സംസാരിക്കുന്ന എല്ലാവരും ഒരു കൊച്ചുകുട്ടികളുടെ ആ ഒരു ഇമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ അത് നന്നായിട്ട് കാണാനുണ്ട്. നല്ലൊരു ട്രെയിലർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി ഒരു നല്ലൊരു പടം വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. കിടിലൻ പടം.